നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സൈക്കിളിൽ അഖിലേഷ്. സമാജ്വാദി പാർട്ടിയിൽ അവകാശ തർക്കങ്ങൾക്ക് വിരാമം. സൈക്കിൾ ചിഹ്നം അഖിലേഷിന് നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീരുമാനം പാർട്ടിയിലെ ഭൂരിപക്ഷ പിന്തുണ കണക്കിലെടുത്ത്. സമാജ്വാദി പാർട്ടി ദേശീയ അധ്യക്ഷനായി അഖിലേഷിനെ തിരഞ്ഞെടുത്തതായും സൂചന. ചിഹ്നത്തിൽ തീരുമാനമായതോടെ കോൺഗ്രസുമായി പരസ്യ സഖ്യത്തിന് അഖിലേഷിന്റെ നീക്കം. സമാജ്വാദി കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉപാധ്യക്ഷനുമായി അഖിലേഷ് ഉടൻ തന്നെ ചർച്ച നടത്തുമെന്നും വിവരം. അതിനിടെ മകനെതിരെ നിലപാട് ഘടിപ്പിച്ച് മുലായം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യമെങ്കിൽ അഖിലേഷിനെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപനം. മകനെ തിരുത്താൻ പരമാവധി ശ്രമിച്ചിട്ടും തെറ്റുകൾ മനസ്സിലാക്കുന്നില്ല. പാർട്ടിയെ നശിപ്പിച്ചതിന് പിന്നിൽ രാംഗോപാൽ യാദവെന്നും മുലായം. കാക്കിക്കുള്ളിലെ നീരസം. വിജിലൻസ് SP R സുകേഷിനെതിരെ പരാതിയുമായി മുൻ ഡയറക്ടർ ശങ്കർ റെഡ്ഡി. തനിക്ക് സ്ഥാനക്കയറ്റം നൽകിയതു സംബന്ധിച്ച കേസ് അന്വേഷണത്തിൽ നിന്ന് സുകേഷിനെ മാറ്റണം. ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന വ്യക്തി അന്വേഷണ ചുമതലയിൽ തുടരുന്നത് ശരിയല്ലെന്നും വിജിലൻസ് മേധാവിക്ക് ശങ്കർ റെഡ്ഡിയുടെ കത്ത്. നടപടി ബാർക്കോഴ കേസ് അട്ടിമറിയിൽ ശങ്കർ റെഡ്ഡി തെറ്റായ റിപ്പോർട്ട് നൽകിയെന്ന സുകേഷിന്റെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെ. എന്നാൽ ബാർ കേസ് ഗൂഢാലോചനയിൽ സുകേഷിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് താൻ ശുപാർശ ചെയ്തിരുന്നതായി ശങ്കർ റെഡ്ഡി. അതിനിടെ സംസ്ഥാന പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. ADGP ശ്രീലേഖയെ ഇന്റലിജൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കി. യാസിൻ മുഹമ്മദിന് പകരം ചുമതല. നിതിൻ അഗർവാൾ പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. ടോമിൻ J തച്ചങ്കരിക്ക് കോസ്റ്റൽ ADGP സ്ഥാനവും പത്മകുമാറിന് പോലീസ് അക്കാദമി ഡയറക്ടർ പദവിയും. നിയന്ത്രണത്തിൽ ഇളവ്. നോട്ട് ക്ഷാമം തുടരുന്നതിനിടെ ATMകളിലെ പിൻവലിക്കൽ പരിധി ഉയർത്തി കേന്ദ്രം. പ്രതിദിനം പിൻവലിക്കാവുന്ന തുക 4500-ൽ നിന്ന് 10,000-ആക്കി. എന്നാൽ ആഴ്ചയിൽ പിൻവലിക്കാവുന്ന പരമാവധി തുക 24,000-ആയി തുടരും. അതേസമയം കറണ്ട് അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയിൽ വർധന. മാസപരിധി 50,000-ൽ നിന്ന് 1,00,000-ആക്കി. നോട്ട് നിരോധനത്തിനു ശേഷം ATM പരിധി ഉയർത്തിയത് ഇത് 3ാം തവണ. കൗമാരോത്സവത്തിന് കൊടിയേറ്റം. കൗമാരകലയുടെ കളിയാട്ടത്തിന് മിഴി തുറന്ന് കലാകേരളം. 7 രാപ്പകലുകൾ നീളുന്ന 57ാമത് കലോത്സവ ലഹരിക്ക് തിരിതെളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗായിക KS ചിത്ര മുഖ്യ അതിഥിയായ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയിൽ 20 വേദികളിലായി മാറ്റുരയ്ക്കുന്നത് 12,000 കൗമാര പ്രതിഭകൾ. ഉച്ചയ്ക്ക് 2:30-ന് കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിൽ നിറഞ്ഞു നിന്നത് കണ്ണൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാരൂപങ്ങളും ദൃശ്യചാരുതയും. വിധികർത്താക്കൾ വിജിലൻസ് നിഴലിലാകുന്ന ആദ്യ കലാവേദിയിൽ അട്ടിമറി തടയാൻ അപ്പീൽ കമ്മിറ്റികൾക്കും കർശന നിർദ്ദേശം. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,735 രൂപ, പവൻ 21,880 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.